കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു എന്നെ കൂടുതൽ അലട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോ കടന്നു വരുന്ന ആൾക്കാർ, ഞാൻ ഇവിടെ ചുരുക്കി പറയാം, കടന്നു വരുന്ന ആൾക്കാർ വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം 2025 ഫെബ്രുവരിയില് എനിക്ക് തോന്നുന്നു 12-ാം തീയതി ആണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ട്രിവാൻഡ്രത്ത് വെച്ച് ഇതിന്റെ ഗൈഡ് ലൈൻസ് പുറത്തിറക്കി. ആ വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്തു കൂടെ, അദ്ദേഹത്തിന്റെ വക്കീലും കൂടെയാണ് ഞാൻ. GR അനിൽ എന്ന് പറയുന്ന സുനിൽ സാറിനും ഒക്കെ അറിയാം. GR അനിൽ എന്ന് പറയുന്ന മന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലാണ് അത് വരുന്നത്. അത് ആ നിയമം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പല സമയത്തും എന്നോടും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ധൈര്യപൂർവ്വം ഇനി മുന്നോട്ട് പോകാം. കാരണം ഇത് നിയമപരമായ നിയമപരമായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ഇതിലെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അതിന്റെ കീഴിലാണ് വരുന്നത്. കൺസ്യൂമർ മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഈ മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ കൂടി കയറും. അതുമായിട്ട് മുന്നോട്ട് പോകണം. അതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ധൈര്യപൂർവ്വം നമുക്ക് അത് ചെയ്യാം. അത് എന്തുകൊണ്ട് സർക്കാർ കൊണ്ടുവന്നു